ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടക്കത്തിൽ തന്നെ അമ്പിളി രഘു ഒരു ഹോസ്പിറ്റലിൻ്റെ പടിക്കെ ഇരിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. അങ്ങനെ അമ്പിളി രഘു ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഈ സമയം കാണാം അങ്ങോട്ടേക്ക് ദാസ് കയറി വരുന്നത് കേട്ടോ. അങ്ങനെ ദാസ് ചോദിക്കുകയാണ്, ചിരുവിന് എങ്ങനെയുണ്ട്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, ചിരുവിൻ്റെ അവസ്ഥ എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്നലെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ദാസ് ചോദിക്കുകയാണ്, എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത്? ഞങ്ങളെപ്പോലും അപ്രതീക്ഷിതമായ കാഴ്ചയാണ് വിനയൻ്റെ വീട്ടിൽ ഇന്നലെ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നലെ അവിടെ നിൽക്കാൻ തോന്നി. എന്നാൽ വിനയനാണെങ്കിൽ വലിയ കുറ്റബോധത്തിലാണ്. ഇന്നലെ ഞങ്ങളെ വരവേൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പോലും വിനയൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു വരവേൽക്കൽ ഞങ്ങളെ ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിച്ചില്ല. അത്രയും വലിയൊരു സർപ്രൈസാണ് ഞങ്ങൾക്ക് അവരെ ഒരുക്കിയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പിളി രഘു ആ കഥ പറഞ്ഞു തുടങ്ങിയാണിട്ട്. അങ്ങനെ ചിരുവിനെയും കൂട്ടിയിട്ട് അമ്പിളി രഘു അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇപ്പുറത്താണെങ്കിലും ലംബോദരനും വിനയനും കൂടി അവിടെ വലിയ ഒരു ആഘോഷം തന്നെ നടത്തിയിരിക്കുകയാണ്. ചിരുവിനെയും കുഞ്ഞുങ്ങളെയും വരവേൽക്കാൻ വേണ്ടി ബലൂണുകൾ കൊണ്ട് ആ വീട് ആകെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അമ്മാവ അങ്ങോട്ട് ചെയ്യും ഇങ്ങോട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നത്. അപ്പോഴാണ് വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നത്. അത് കേട്ട ഉടൻ തന്നെ വിനയം പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ ലതിക വന്ന് പറയുന്നുണ്ട്, ഞാൻ ആരതി എടുക്കട്ടെ, നീ മക്കളുടെ അടുത്തോട്ട് ചെല്ലുക എന്ന് പറഞ്ഞ് വിനയനെയും ലംബോദരനെയും പറഞ്ഞയക്കുന്നു. പിന്നീട് ചേരുവിൻ്റെ അരികിലോട്ട് വരികയാണ്. ചേരുവിനെ കാണുന്ന വിനയൻ്റെ മനസ്സും കണ്ടൊക്കെ നിറയാണ്. വിനയൻ മനസ്സും കണ്ടും നിറഞ്ഞ് തൻ്റെ മക്കളുടെ അടുത്തോട്ട് ഓടിയെത്തിയിട്ട് ആർച്ചേ ഭദ്രേ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചും വിളിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പെടഞ്ഞു കരയാണ് കേട്ടോ. ഈ കരച്ചിൽ കണ്ട ഉടൻ തന്നെ ചിരു പറയാണ്, അതെ, ആർച്ചയെ ഭദ്ര എന്നും ഭദ്രയെ ആർച്ചെന്നും വിളിച്ച് ഇങ്ങനെയൊക്കെ തന്നെ വിനയേട്ടാ ഉണ്ടാവുക. കുഞ്ഞുങ്ങളുടെ അച്ഛന് കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ കഴിയണം എന്നൊക്കെ പറയുമ്പോൾ സോറി എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടാ. അങ്ങനെ നല്ലൊരു വരവേൽക്കൽ തന്നെ വരവേൽക്കാണ്. ഇതേ സമയം വിനയൻ കാണാൻ അമ്പലത്തിൽ നിന്ന് വരുന്ന ഈ കഥ പറയുന്നതിനിടക്കാണ് വിനയൻ കാണാൻ ഹോസ്പിറ്റലിലോട്ട് അമ്പലത്തിൽ നിന്ന് വരുന്ന ആ ഒരു രംഗം കാണുന്നത്. ആ ദാസങ്ങൾ എപ്പോഴാണ് വന്നത്, ദാസങ്ങൾ എപ്പോൾ എത്തി, എന്തായാലും അങ്കൾ അവിടെ ഇരിക്കൂട്ടോ, അങ്കൾ അങ്ങനെ ചെയ്യട്ടോ ഇങ്ങനെ ചെയ്യട്ടോ എന്നൊക്കെ കാണുമ്പോൾ ഉടൻ തന്നെ ദാസ് പറയണേ, വിനയൻ്റെ വേവലാതിയും വേചാറും ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ, അവൻ ഭയങ്കര ടെൻഷനിലാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വിനയൻ വളരെ ടെൻഷനിലാണ്. ഇന്നലെ ഒരു കുഴപ്പമില്ലാതെ ചിരുപോയി കിടന്നതാണ്, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വിനയൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വിനയ, നീ എന്തിനാ ഇങ്ങനെ നെട്ടോട്ട് ഓടുന്നത്, നീ ഒന്ന് സമാധാനപ്പെടുക, നീ സമാധാനത്തോടെ ഇരിക്കുക, എന്തായാലും നീ ടെൻഷൻ ആവല്ലേ എന്നൊക്കെ പറയുമ്പോൾ വിനയൻ പൊട്ടിക്കരയാണ് കേട്ടോ. എന്നാലും എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലേ, അത് ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. എൻ്റെ ചിരുവിന് ഇങ്ങനെ സംഭവിച്ചില്ലേ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് വിനയ, നീ ഒന്ന് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രി രഘുവേട്ടനും അമ്പിളി ചേച്ചിയുമായി സംസാരിച്ച് ഞാൻ റൂമിലോട്ട് വരാൻ തന്നെ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്, ഒരുപാട് നേരം വൈകിട്ടാണ് വന്നത്. പക്ഷേ ആ സമയം ചീരു നന്നായി ഉറങ്ങിയിരുന്നു. ചീരു ഉറക്കത്തിലോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അവളെ ഉപദ്രവിക്കേണ്ടെന്ന് കരുതി ഞാൻ കട്ടിലിൽ പോയി കിടന്നു. പിന്നീട് ഞാൻ എന്ന് പറയുമ്പോഴേക്കും ഉടൻ തന്നെ വിനയ, നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഉറക്കത്തിൽ നിന്ന് അവൾക്ക് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കാനായിട്ട്. അപ്പോൾ തന്നെ വിനയം പറയാണ്, ഞാൻ ശബ്ദം കേട്ടാണ് ഞാൻ എണീറ്റത്. ശബ്ദം കേൾക്കുമ്പോൾ ചീരു ഇങ്ങനെ നീട്ടി നടന്നിട്ട് അതിനിടയിൽ അങ്ങോട്ട് ആരോ അടിച്ചിട്ടതുപോലെ താഴോട്ട് വീഴുന്ന ആ ഒരു രംഗമാണ് ഞാൻ കണ്ടത് എന്ന് പറയാനായിട്ട്. ഇതേ സമയം എനിക്ക് പേടിയായി ചീരുവിനെ കൈകളിൽ കോരിയെടുത്ത് കട്ടമേൽ കിടത്തി പിന്നീട് ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞു വിനയ ഇങ്ങനെ പൊട്ടി കരയുമ്പോൾ ഉടൻ തന്നെ അമ്പിളി പറയണേ, വീട്ടിലാവുമ്പോഴും ചീരു എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവൾ എണീക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ലൈറ്റിട്ട് കൊടുക്കാറാണ് ഉള്ളത്. എന്താണ് അവൾക്ക് ശരിക്കും സംഭവിച്ചത്, എവിടെയെങ്കിലും വെച്ച് ഇടിക്കുകയോ വീഴുകയോ തട്ടുകയോ എന്തെങ്കിലും ചെയ്താണാവോ എന്നൊക്കെ ഇങ്ങനെ അമ്പിളി പറയുമ്പോൾ ഒരു ദാസ് പറയണേ, ചീരുവിന് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. കാരണം ചീരു എത്രയോ ദിവസങ്ങളായി മാസങ്ങളായി ഇപ്പം എൻ്റെ വീട്ടിൽ ആരുമില്ലാതെ ഒറ്റയ്ക്ക് റൂമിൽ കിടക്കുന്ന ചീരു അവളുടെയും കുഞ്ഞിനെയും ശ്രദ്ധിക്കുക, അവൾക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട്. അപ്പം വിനയൻ ഇങ്ങനെ കരഞ്ഞും കൊണ്ടിരിക്കുകയാണ്. ആ ഒരു രംഗമാണ് കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് വിനയൻ്റെ മുഖഭാവത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ചീരുവിനെയാണ് കാണിക്കുന്നത്. ചീരു ഇങ്ങനെ മയക്കത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടറും നഴ്സും അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അങ്ങനെ ചീരു എന്ന് പറഞ്ഞ് പതുക്കെ തട്ടി ചീരുവിനെ ഇങ്ങനെ വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ചീരു പതുക്കെ കണ്ണ് തുറന്നു തുടങ്ങുകയാണ്. ഉടൻ തന്നെ ചീരുവിനോട് ചോദിക്കുക, എങ്ങനെയുണ്ട്, ഇപ്പോൾ പെയിൻ ഉണ്ടോ, വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല, വേദനയില്ല, കുറവുണ്ട് എന്ന് പറയണേ. എന്നാൽ പെയിൻ കില്ലർ തന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് കുറവ്. പക്ഷേ പുറത്തെ കേടുകൾ നിനക്ക് മാറ്റിയെടുക്കാം, പക്ഷെ ഉള്ളിലെ കേടുകൾ മാറ്റിയെടുക്കാൻ പറ്റില്ല കേട്ടോ എന്ന് ചിരുവിനോട് പറയുമ്പോൾ അതെന്താ ഡോക്ടർ എന്ന് പറയണം കേട്ടോ. ചിരു, എനിക്ക് ഈ കുഞ്ഞിനെ ഇഷ്ടമില്ലെന്ന് എനിക്ക് നന്നായി അറിയാം, പക്ഷേ നിനക്ക് എന്താ ശരിക്കും സംഭവിച്ചത്, ഓർമ്മയുണ്ടോ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല എന്ന് പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന ഡോക്ടർ പറയണേ, ചിരു കള്ളം പറയരുത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചിരു പറയണേ, ചെറിയൊരു ഓർമ്മയുണ്ട്, ടാബ്ലറ്റ് ചെന്ന് വയറിടിച്ചതുപോലെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ ചിരു കള്ളം പറയരുത്, ഡോക്ടറാണ്, ഡോക്ടറോട് കള്ളം പറയരുത്, ഡോക്ടറോട് കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രോഗിയെ എനിക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയില്ല, ഉണ്ടായ സത്യങ്ങൾ ഇനി എനിക്ക് മുന്നിൽ വെളിപ്പെടുത്തി
സുഖപ്പെടുത്തണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ കുഞ്ഞിന് എനിക്ക് വയറ്റിലുണ്ടായത് മുതൽ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. ഈ കുഞ്ഞിനെ നീ കളയാൻ വേണ്ടി ശ്രമിച്ചതല്ലേ? സത്യം സത്യം പോലെ പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചിരി പറയണ, ഒരിക്കലുമില്ല, എനിക്കെൻ്റെ പൊന്നു കുഞ്ഞിനെ വേണം. ഞാൻ ഒരിക്കലും അങ്ങനെ കളയാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ഈ സത്യം നീ തുറന്ന് പറയണം. അല്ലെങ്കിൽ ചിരു, ഇതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ നീ അനുഭവിക്കേണ്ടി വരും. എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നിന്നെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുമ്പോൾ ചിരു വളരെ ദയനീയമായി കണ്ണീരോടുകൂടി ചിരു ഉണ്ടായ സത്യങ്ങൾ പറയണേട്ടാ. അപ്പോൾ ഡോക്ടറോട് പറയുന്നുണ്ട്, ഡോക്ടർ, ഞാനും ഡോക്ടർ മാത്രമാണ് ഈ സത്യം അറിയാൻ പാടുകയുള്ളൂ. മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. അത് കേൾക്കുന്ന സിസ്റ്ററെ ഡോക്ടർ ഒന്ന് നോക്കുന്നു. സിസ്റ്റർ ആ വെളിയിലോട്ട് പോകുന്നു. പിന്നീട് പറയണേ, ഞാനും ഡോക്ടർ മാത്രം അറിയാൻ പാടുള്ളൂ. അവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ ചീരുവിൻ്റെ കഥ കേൾക്കാൻ ഡോക്ടർ അരികത്ത് കസേരയിട്ട് ഇരിക്കാൻ കേട്ടോ. ചീരു പറയണേ, എനിക്ക് ആ വീട്ടിൽ വലിയൊരു സർപ്രൈസ് തന്നെ ഒരുക്കിയിരുന്നു. ഞാൻ ആ സർപ്രൈസുമായി മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ വിനയേട്ടൻ വന്ന് കിടക്കുമ്പോൾ ഒരുപാട് ലേറ്റായി. താഴെ എൻ്റെ അമ്പിളി ചേച്ചിയും എൻ്റെ രഘുവേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അവരുമായി സംസാരിക്കുമ്പോൾ എനിക്കെന്തോ വളരെ ക്ഷീണവും ഒക്കെ തോന്നി. അങ്ങനെ ഞാൻ റൂമിൽ വന്ന് അങ്ങ് കിടന്നാലും എനിക്ക് കണ്ണടക്കാൻ കഴിഞ്ഞില്ല. എന്തോ കണ്ണടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നി. അങ്ങനെ ഉറക്കം കിട്ടാത്ത ആ രാത്രിയായിരുന്നു. അപ്പോഴുണ്ട് ആരോ കതക് തുറക്കുന്ന ശബ്ദം. എനിക്ക് മനസ്സിലായി എൻ്റെ ഭർത്താവായ വിനയനാണെന്ന്. കാരണം ഞാനും വിനയേട്ടനും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചിട്ട് ഒത്തിരി നാളായി. ഞാനും അയാളും മാറി നിന്ന് താമസിക്കാനും ഞാനും മക്കളും അയാളിലോട്ട് അന്ന് വന്നതേയുള്ളൂ. പക്ഷേ അയാൾ വരുന്നത് കണ്ടപ്പോൾ ഞാൻ കണ്ണടച്ചു. ഒരു ഗർഭിണിയായൊരു പെണ്ണിനോട് അയാളൊന്നും ചെയ്യില്ല എന്നൊരു വിശ്വാസമായിരുന്നു എന്നിലുണ്ടായിരുന്നത്. അയാൾ പതിയെ അവിടെ കിടന്നോളും എന്നൊരു തോന്നലായിരുന്നു എന്നിലുണ്ടായത് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ അത് കേൾക്കണം കേട്ടോ. പിന്നീട് വിനയൻ ഇങ്ങനെ കതക് ഇങ്ങനെ തുറക്കുമ്പോൾ ചീരി കിടക്കുന്ന ഉറങ്ങുന്നതാണ് കാണുന്നത്. കാണുന്ന വിനയൻ തൻ്റെ കണ്ണടയൊക്കെ മുഖത്തുനിന്ന് മാറ്റിയതിനു ശേഷം കതക് പതുക്കെ കുറ്റിയിട്ട് പമ്മി പമ്മി പൂച്ചയെ പോലെ ബെഡിനുള്ളിലോട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. ഈ ഒരു രംഗം പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം രഘു ആണെങ്കിലോ ഇങ്ങനെ പറയുന്നുണ്ട്, ദാസങ്ങൾ അമ്മാവിനെ ഈ വിവരം അറിയിച്ചോ? ഇല്ല, അറിയിച്ചിട്ടില്ല. നീ അറിയിച്ചിട്ടുണ്ട്, ഞാൻ അറിയിച്ചിട്ടില്ല. കാരണം അറിയിക്കാതിരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒന്നു കഴിഞ്ഞാൽ ഒന്നാണ്. അപ്പോഴേക്കും അമ്പിളി പറയണേ, എൻ്റെ അച്ഛന് വേദനകൾ മാത്രമാണ്, ഈ വിവരം എന്തായാലും അറിയിക്കാൻ കഴിയില്ല. കാരണം അവളെ ഡോക്ടർ കാണട്ടെ, ഡോക്ടർ അവളെ പരിശോധിക്കട്ടെ, സ്കാനിങ് കഴിയട്ടെ എന്നതിന് ശേഷം മാത്രമാണ് എന്തെങ്കിലും ഒന്ന് അമ്മാവിനെ അറിയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അറിയിച്ചില്ല. പിന്നെ ഇന്നലെ രാത്രി വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ അവിടെ സന്തോഷത്തിലായിരുന്നു. ഇന്നലെ രാത്രി അമ്മാവൻ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. അമ്മാവൻ വരാത്തില്ല, അവർ പരാതി പറയുമ്പോൾ ഞാൻ നാളെ എത്താമെന്നും അമ്മാവൻ പറഞ്ഞതാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ. അദ്ദേഹത്തെ അറിയിക്കുന്നതിന് മുന്നേ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാവാം എന്ന് പറയുമ്പോൾ വിനയൻ ഇവിടെ കരഞ്ഞും കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. വിനയൻ ഒന്നും അറിയാത്തതുപോലെ വിനയൻ്റെ ആ കുറുക്ക് സ്വഭാവം പുറത്തോട്ട് വരികയാണ്. വിനയൻ്റെ ആ പ്രതികാര ബുദ്ധി ഇനി പുറത്തോട്ട് വരുന്ന ആ കിടുക്കൻ സീന് തന്നെ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ചീരു ഡോക്ടറോട് കഥ പറഞ്ഞ് തുടങ്ങുന്ന. ഡോക്ടർ പറയുന്നുണ്ട്, സ്കാനിങ് കഴിഞ്ഞാലാണ് നിൻ്റെ കുഞ്ഞിന് നിനക്ക് ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ളത് അറിയിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒന്നും ഞങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയം വിനയനാണെങ്കിലോ ചീരുവിൻ്റെ അരികത്തോട്ട് ഇങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന് ചീരുവിൻ്റെ ദേഹത്ത് തൊടാൻ ശ്രമിക്കുന്ന ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വിനയൻ്റെ കാമം അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിനയൻ എല്ലാം നേടി എന്ന് തോന്നുമ്പോൾ വിനയൻ്റെ ആ പഴയ സ്വഭാവം വീണ്ടും വന്നിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി റീമേക്കിൽ കണ്ടത് നാളെ എന്തായാലും പറയാം കേട്ടോ.